അനുതാപിയെ ചേർത്തണയ്ക്ക അനുഗമിക്ക ഒരു വിളിച്ചിരുന്നു അനുതാപിയെ ചേർത്തണയ്ക്ക അനുഗമിക്ക ഒരു കീടുവാ ആത്മാവിനാൽ നിറച്ചിടുവാ ആഗതനായ വിളിച്ചിരുന്നു പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഓരോ പുതുക്കലിനും നമ്മൾ വ്യവസ്ഥാപിതമായിട്ട് പറയാത്ത പുതിയ പുതിയ നമ്മുടെ കുറവുകൾ മർക്കോസിൻ്റെ സുവിശേഷം 12:21 വെച്ചുകൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ആത്മശോധന ചെയ്യേണ്ടതാണ്. എന്താണ് എൻ്റെ കുറവെന്ന്? ഇപ്പോൾ ജോജോ പറയുന്ന കുറവുകൾ എന്തെല്ലാം ജോജോ സംസാരിക്കാതിരുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. മുമ്പത്തേനേക്കാൾ നന്നായിട്ട് കുർബാന അർത്ഥവത്തായിട്ട് സ്വീകരിക്കാൻ തുടങ്ങി. എല്ലാവരോടും സൗമ്യമായി പെരുമാറാൻ തുടങ്ങി. താൻ ഇത്രയും നാൾ സമ്പാദിച്ചെങ്കിലും ഇതൊന്നുമില്ലാതെ അദ്ദേഹം ഒരു ദിവസം തിരിച്ച് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നപ്പോഴും അദ്ദേഹം സുഖപ്പെട്ടു എന്നുള്ള ധാരണ അദ്ദേഹത്തിനില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ സിസ്റ്റ് വളരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡോക്ടർ ഓക്കെ എന്ന് പറഞ്ഞ് നിൽക്കുന്നു. പക്ഷെ അപ്പം നാട്ടിൽ വന്നിട്ട് രണ്ടാമത് ഇദ്ദേഹം ഇതിനു വേണ്ടി മാത്രം ഒന്ന് നാട്ടിൽ വന്നിട്ട് ഇവിടുത്തെ ഗംഗാധരൻ ഡോക്ടറിനെയൊക്കെ കണ്ടു. ഏത് ആശുപത്രിയാണെന്ന് എനിക്കറിയാൻ പാടില്ല, അദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തിൽ ആ പേരൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഗംഗാധരൻ ഡോക്ടർ കേരളത്തിൽ ഒരു പക്ഷേ നല്ല ഈ വിഷയത്തിൽ എക്സ്പെർട്ടായിരിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം വീണ്ടും ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു എത്രയും വേഗം 25 കീമോ എടുക്കണമെന്ന് പറഞ്ഞു. 25 കീമോ. ഈ മനുഷ്യൻ തകർന്നു പോയി. ഇംഗ്ലീഷ് ഡോക്ടർമാർ പറഞ്ഞില്ല ഇത്, അവർ എന്നെ ചതിച്ചു, അവർ മറച്ചു വെച്ചു. മലയാളത്തിൽ വന്നപ്പോൾ അവർ 25 കീമോ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സ് ഒറ്റ ചിന്തയുണ്ടായുള്ളൂ, കീമോ എടുത്താൽ ഇല്ലെങ്കിലും തിരിച്ച് എൻ്റെ മക്കളടുത്ത് പോയി കിടന്ന് മരിക്കണം. നോക്കിയേ, മലയാളികളുടെ മനസ്സങ്ങനെ മാറുകയാണേ. പണ്ടൊക്കെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് മരിക്കാൻ വേണ്ടി എല്ലാവരും കേരളത്തിൽ വരുമെന്ന് കണക്ക്. ഇപ്പം മാറി. ഇങ്ങനെ എല്ലാവരും പറയും, നിങ്ങൾ ചോദിക്കും എപ്പോഴാലും നിങ്ങൾ എവിടെ പോയാലും മരിക്കാൻ വേണ്ടി കേരളത്തിൽ വരികയില്ലെന്ന് ചോദിക്കുമായിരുന്നു പണ്ട്. ഞങ്ങളുടെ അച്ഛന്മാരൊക്കെ അമേരിക്കയിൽ പോകുമ്പോൾ അച്ഛന്മാരൊന്നും പറഞ്ഞിടാ എവിടെ പോയാലും മരിക്കാൻ വേണ്ടി ഇവിടെ തന്നെ വരണ്ടേന്ന് പറയും. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല, ഇവിടെ വന്നിട്ട് മരിക്കാൻ വേണ്ടി തിരിച്ച് അങ്ങോട്ട് പോവുകയും അങ്ങനെ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. എനിക്ക് ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നു, 25 സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആ 25 പ്രാവശ്യം കീമോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മറ്റേ ചിന്ത എൻ്റെ മക്കളുടെ അടുത്ത് പോയി മരിക്കണമെന്ന്. അപ്പോൾ ഞാൻ അവിടെ തിരിച്ചു പോയിട്ട് ഞാൻ എൻ്റെ ഡോക്ടറെയാണ് ആദ്യം കണ്ടത്. പോയി നിങ്ങളെ ചോദിച്ചു, നിങ്ങളെന്നെ പറ്റിച്ചില്ലേ? അപ്പോൾ എന്താണ് ഡോക്ടർ ചോദിച്ചു. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, എന്നോട് പറഞ്ഞല്ലോ അവിടെ ചെന്നപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ 25 കീമോ എടുക്കണമെന്ന്. അപ്പോൾ ഡോക്ടർ ചിരിച്ച്, അത് ശരിയാ, നിങ്ങളെ ഞാൻ 3-4 പ്രാവശ്യമായിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ഇത്രയും കാലത്തിനുള്ളിലാണ് ഈ സിസ്റ്റിൻ്റെ വലിപ്പം ഞാൻ നോക്കിയിട്ടാണ് കീമോ വേണ്ടെന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് അറസ്റ്റഡ്. നിങ്ങളുടെ നാട്ടിലെ ഡോക്ടർ ചെന്നപ്പോൾ തന്നെ ഇത്രയും വലിയ ഇത് സിസ്റ്റ് കണ്ടപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ 25 കീമോ ഒക്കെ എഴുതി. ദാറ്റ് മീൻസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, അപ്പോൾ ഈ മനുഷ്യന് ബോധം വന്ന് 25 കീമോ ആവശ്യമുള്ള എൻ്റെ ക്യാൻസറിൻ്റെ മാതാവ്
അറസ്റ്റ് ചെയ്തിരിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. പ്രാർത്ഥനയിലൂടെ സൗഖ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. വാഗ്ദാനപേടകമേ സ്വർഗ്ഗീയ പൊന്മലരേ കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദപരമാതാവേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് ഇതിൻ്റെ തന്നെ മക്കൾ മനസ്സിലാക്കേണ്ട ഇതാണ്, നിങ്ങളെ എപ്പോഴും ദൈവത്തെ അസസ് ചെയ്യുമ്പോൾ, ഉടമ്പടി റിസൾട്ട് അസസ് ചെയ്യുമ്പോഴുണ്ടാകുന്ന പാകപ്പിഴകൾ തിരുത്തണം. ഉടമ്പടിയുടെ റിസൾട്ടുകൾ, ഇപ്പം നിങ്ങളുടെ കടം, രോഗം, ജോലി, വിവാഹം, മക്കൾ, അപ്പോൾ നിങ്ങൾ ഒരു റിസൾട്ട് നിങ്ങളുടെ മനസ്സിൽ കണ്ടിട്ട് അത് ദൈവത്തിന് കൊടുത്തിരിക്കണം. ഇതുപോലെ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതുപോലെ സെറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളിപ്പോഴും മോന്തം കയറ്റി നടക്കുകയാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ ഇന്ന കാര്യങ്ങളിൽ, ഇപ്പോൾ ഒരു മോള് കഴിഞ്ഞ ദിവസം സാക്ഷ്യം പറഞ്ഞതാണ്. എന്താണ്? മാതാവേ, എന്നെ UK കൊണ്ടുപോകണത് ജനുവരി മാസത്തിൽ കൊണ്ടുപോകണം, ജനുവരി ഇൻടേക്കിന് എന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ കണ്ണീരിട്ട് ഇവിടെ ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. ഉടമ്പടി ചെയ്ത് കഴിഞ്ഞിട്ട് ആരാണ്ട് പറഞ്ഞു, എടി ജനുവരി ഇൻടേക്കിന് വേണ്ടി നീ അങ്ങോട്ട് വരാൻ പോകണാ? ജനുവരിയിൽ അവിടെ ഭയങ്കര തണുപ്പാടി, നിനക്ക് നടുവേദന ഉള്ളതല്ലേ? നടുവേദനക്കാരും മുട്ടുവേദനക്കാരും ഒക്കെ ഈ തണുപ്പത്തൊന്നും ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അനങ്ങത്തില്ല. ഓ ദൈവമേ സോറി, എന്നാൽ പിൻവലിച്ച് പോരെ. ഇതാണ് മനുഷ്യൻ്റെ പ്രാർത്ഥനയുടെ പ്രശ്നം. ഇതാണ്. അതായത് നമ്മൾ മാതാവിൻ്റെ കാലഘട്ടം ജനുവരി ഇൻടേക്കിന് കൊണ്ടുപോകണം, ജനുവരി ഇൻടേക്കിന് കൊണ്ടുപോകണമെന്ന് പറയും. മാതാവ് ഒരു സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിന്നെ നടുവ് പോയത് തന്നെ. അപ്പോൾ പല കാര്യങ്ങളും ദൈവം അപ്പം തന്നെ എടുക്കത്തില്ല. നീ ചോദിക്കുന്നത് ആനമണ്ടത്തരമായിരിക്കും. നീ ഉടമ്പടി വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ആനമണ്ടത്തരമായിരിക്കും. എന്നുവെച്ചാൽ അതെങ്ങാനും ദൈവം എടുത്താൽ നിനക്ക് തന്നെ അത് പണിയായിട്ട് വരും, പണി പാർസൽ വരും. മനസ്സിലായില്ലേ? അപ്പോൾ എന്തെങ്കിലും നിൻ്റെ വിഷയം അതുപോലെ നടന്നില്ലെങ്കിൽ നീ മോദം കയറ്റി ദൈവത്തിനെ പ്രകോപിപ്പിക്കരുത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? എന്നിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടി ദൈവത്തിന് സമർപ്പിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സ്നേഹരാജാവേ എന്നെന്നും എന്നുള്ളിൽ വാഴാ സ്നേഹത്തിൻ പൂനിലാവേ എന്നുള്ളിൽ വെൺശോഭയേകാ. അതായത് എപ്പോഴും എൻ്റെ മക്കളെ ശ്രദ്ധിക്കേണ്ടത്, ഒരു വിഷയം ടോട്ടലായിട്ട് ദൈവത്തിന് മാറ്റാൻ പറ്റും, അതേസമയം തന്നെ അതിൻ്റെ ആവിയും പുകയും നിന്നെ ഏൽപ്പിക്കാതെ അറസ്റ്റ് ചെയ്യാനും പറ്റും. ഇത് രണ്ടും ഒരേപോലെ. നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലത് എന്താണെന്ന് നോക്കിയിട്ട് അതാണ് നിൻ്റെ കുടുംബത്തിൻ്റെ ഹിസ്റ്ററി അനുസരിച്ച് ദൈവം സെറ്റ് ചെയ്യണം. ഒരു കാര്യം എപ്പോഴും അത് പെർഫെക്റ്റായിട്ടായിരിക്കും ചെയ്യണത്, പെർഫെക്റ്റായിട്ടാണ് ചെയ്യണമെന്ന് വിചാരിക്കും. ഓരോ വിഷയം, അതായത് ഞാൻ എന്താ പറയണത്, ഒരു കാരണവശാലും ദൈവത്തെ നിങ്ങളെ ഒരിക്കൽ പോലും ദൈവമേ നീ എന്നോട് അങ്ങനെ ചെയ്തില്ലേ, ഞാൻ ഇന്ന് എവിടെ ഇരിക്കേണ്ടതായിരുന്നു, അതപ്പം ചെയ്തു തന്നാൽ മതിയായിരുന്നല്ല എന്ന് ഒരിക്കലും കിട്ടാത്ത കാര്യത്തിന് ദൈവത്തെ പ്രതിയാക്കിക്കൊണ്ട് പ്രാർത്ഥനയെ മാന്യം കാണിച്ചുകൊണ്ട് നിങ്ങൾ ആന്തരിക മത്സരങ്ങൾ നടത്തരുത്. അത് ഉടമ്പടിയെ ബാധിക്കും. ശ്രുതികട്ടെ. ഹല്ലേലൂയ. അതായത് ഈ മർക്കോസിൻ്റെ സുവിശേഷം ഇല്ലേ, മർക്കോസ് തന്നെ 16-18 വായിച്ചേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. മർക്കോസ് 16:18. മർക്കോസ് 16:18. അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും. പറഞ്ഞേ. അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും. അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും. മാരകമായ എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല.
അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും. അവർ രോഗികളുടെ മേൽ കൈവയ്ക്കും. അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. അതായത് ഈ പ്രൈമറി ഉടമ്പടിക്കാരെ കുറിച്ച് ഈ പറയണത്, അതായത് നമ്മൾ ഉടമ്പടിയിലാകുമ്പോൾ തന്നെ വിശ്വാസം വഴി, വിശ്വാസം എന്തിനുള്ളതാണ്? വിശ്വാസം ജീവിക്കാനുള്ളതാണ്. അല്ലാതെ വിശ്വാസം നമുക്ക് ശാസ്ത്രീയമായ വിഷയങ്ങളെക്കുറിച്ചുള്ള വിശ്വാസം പോലെ അല്ല ഇത്. ശാസ്ത്രീയമായി നമുക്ക് എല്ലാ കാര്യങ്ങളും വിശ്വാസമില്ലേ? ഇപ്പോൾ H2SO4, 2 ഹൈഡ്രജൻ്റെയും ഒരു ഓക്സിജൻ്റെ H2SO4, ഒരു സൾഫറിൻ്റെ അല്ലേ, 4 സൾഫറിൻ്റെ തന്മാത്രകളൊക്കെ കൂടി കഴിഞ്ഞാൽ സൾഫ്യൂറിക് ആസിഡ് ഉണ്ടാകുമെന്ന് നമുക്കൊരു ധാരണയുണ്ട്. ഈ ശാസ്ത്രീയ ധാരണകൾ ലാബറട്ടറി സത്യമാണെങ്കിലും ജീവിതത്തിൽ അത് ബാധിക്കത്തില്ല. ശാസ്ത്രീയ ധാരണകൾ ലാബറട്ടറി സത്യമാകാം പരീക്ഷണത്തിൽ, പക്ഷേ ജീവിതത്തിൽ അത് ബാധിക്കത്തില്ല. പക്ഷേ വിശ്വാസം അങ്ങനെയല്ല. നിനക്കൊരു വിശ്വാസമുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ കാണിക്കണം. അത് മനസ്സിലായില്ലേ? വിശ്വാസം എന്തിനുള്ളതാണ്? വിശ്വസിക്കാനുള്ളതല്ല, വിശ്വാസം ജീവിക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ. വിശ്വാസം എന്തിനുള്ളതാണ്? വിശ്വാസം വിശ്വസിക്കാനുള്ളതല്ല. പല കാര്യങ്ങളും നമുക്ക് വിശ്വസിക്കാനുണ്ട്. ഇപ്പം അമേരിക്കയുടെ തലസ്ഥാനം വാഷിങ്ടണാണ്, വിശ്വസിച്ചാൽ മതി, നമുക്ക് അവിടെ പോകേണ്ട ആവശ്യമില്ല, ഇല്ലേ? വിശ്വസിച്ചാൽ പോരെ. പക്ഷേ ദൈവം ഏകനാണെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ പാപത്തിന് പരിഹാരമായി മരിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചാൽ ഞാൻ ജീവിക്കാൻ ബാധ്യസ്ഥയാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ ദൈവമേ, കേവല വിശ്വാസത്തിൽ നിന്ന് സത്യസന്ധമായ വിശ്വാസ ജീവിതത്തിലേക്ക് എന്നെ അഭിഷേകം ചെയ്യണമേ. വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും, വിശ്വാസിയിൽ പതറാതെ, വിശ്വാസിയിൽ പതറാതെ. വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും, വിശ്വാസിയിൽ പതറാതെ, വിശ്വാസിയിൽ പതറാതെ, വിശ്വാസിയിൽ പതറാതെ, വിശ്വാസിയിൽ പതറാതെ, വിശ്വാസിയിൽ പതറാതെ, വിശ്വാസിയിൽ പതറാതെ. വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും, വിശ്വാസിയിൽ പതറാതെ, വിശ്വാസിയിൽ പതറാതെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ മർക്കോസ് 16:17 പറയണത് ഈ വിശ്വസിക്കുന്നവരുടെ കൂടെ, അതായത് വിശ്വാസം ജീവിക്കുന്നവരുടെ കൂടെ, പറഞ്ഞേ, വിശ്വാസം ജീവിക്കുന്നവരോട് കൂടെ. അതായത് അതിൻ്റെ അർത്ഥം എന്താണ്? ഉടമ്പടി ചെയ്തിരിക്കുന്നവരുടെ കൂടെ എന്നാണ്. വിശ്വാസം ജീവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ജീവിക്കുക എന്നതിൻ്റെ അർത്ഥം. പറഞ്ഞ വിശ്വസിക്കുന്നവരുടെ കൂടെ, വിശ്വസിക്കുന്നവരോട് കൂടെ, വിശ്വാസം ജീവിക്കുന്നവരുടെ കൂടെ, വിശ്വാസം ജീവിക്കുന്നവരോട് കൂടെ, ഉടമ്പടി ജീവിക്കുന്നവരുടെ കൂടെ, ഉടമ്പടി ജീവിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, വിഷദ്രാവങ്ങൾ കുടിക്കാം, വിഷദ്രാവങ്ങൾ കുടിക്കും. എന്നാലും ഒരു ഉപദ്രവം അവർക്ക് ഉണ്ടാവുകയില്ല. അപ്പൊ ഈ വെർച്വൽ ഉടമ്പടിയിൽ നിന്ന് ഇതുപോലെ പിൽഗ്രിം ഉടമ്പടിയിലേക്ക്, ഫിസിക്കൽ ഉടമ്പടിയിലേക്ക് വരുമ്പോഴുണ്ടാകുന്ന ഒരു മാറ്റമെന്ന് പറയണത് പല കാര്യങ്ങളെയും നമ്മൾ ഉപദ്രവിക്കാണ്ടിരിക്കും. മനസ്സിലായില്ലേ? ഇപ്പം ജോജോക്ക് എന്താ സംഭവിച്ചത്? 25 കീമോ ചെയ്യേണ്ട ക്യാൻസറിനെ ദൈവം അറസ്റ്റ് ചെയ്ത് ഉപദ്രവം വരുത്താതെ വെച്ചിരിക്കുകയാണ്. അതാണ് ഈ 16:18 എന്താ പറയണത്? വായിച്ചോളൂ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്ത് കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല. അതായത് നമ്മളെ രോഗമോ മറ്റു തരത്തിലുള്ള ശണ്ഠകളോ നമ്മളെ ഉപദ്രവിക്കാത്ത ഒരവസ്ഥയിലേക്ക് ദൈവം ഉടമ്പടിയിലൂടെ നമ്മളെ ദൈവം സംരക്ഷിച്ച് നിലനിർത്തും. ഉടമ്പടിയുടെ ഗുണങ്ങൾ ചെറുതല്ല, വലുതാണ്. പക്ഷെ അത് ഇതുപോലെ നിങ്ങളെ ചില ആൾക്കാർ വന്ന് ക്യൂ നിന്ന് ഇനി എത്ര നേരം നിൽക്കണം. ഞങ്ങളിപ്പോൾ ഓഫീസിൽ നിന്ന് ആദ്യം വരുമ്പോൾ തന്നെ പറയും,
ചേട്ടായി 4 മണിക്കൂറുണ്ട അഭ്യാസം പറ്റുവാന്ന് ചോദിക്കും ആദ്യം, അല്ലെങ്കിൽ വണ്ടി വിട്ടേക്കാൻ പറയും. പാരര്യം കൊണ്ടാണ് പറയണത്. നീ എപ്പം പറഞ്ഞു എനിക്ക് അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ പറയും. അവിടെ പോകണം ഇവിടെ പോകണമെന്ന് ആൾക്കാരൊന്നും കൃപാസനത്തിൽ വന്നിട്ടൊരു കഥയില്ല. ദൈവത്തിനെ അറിയാം ഇത് സത്യസന്ധമാണോ, അത് അംഗവും കാണാൻ താളിയും പറിക്കാമെന്ന് പറഞ്ഞ് വരികയാണ്. നെയ്യപ്പം തിന്ന 2 കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമല്ലോ ഉടമ്പടി എടുക്കാൻ വേണ്ടി. അവലപ്പുഴയും പോകാം, അളിയനെയും കാണാം, കഴിവർ വന്ന് ഉടമ്പടി എടുക്കുക. അങ്ങനെയുള്ള ഉടമ്പടിയാണ് ഈ പൊട്ടിയിരിക്കണത്. പല ഉടമ്പടിയും വന്നിരിക്കണത് ഉടമ്പടിയിലല്ല നിങ്ങളെ. അതല്ല ഇതുപോലെ വെർച്വൽ ഉടമ്പടിയിലാണ് കിടക്കണത്, അതൊന്നും ഫിസിക്കലായിട്ടില്ല. അതുകൊണ്ട് സത്യസന്ധമായിട്ട് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ വാഗ്ദാനങ്ങളെല്ലാം എന്താണ്, സർപ്പങ്ങളെ കയ്യിലെടുക്കും. മാരകമായ എന്ത് കഴിച്ചാലും നിങ്ങൾക്കറിയാമല്ല, സമുദ്രം വരെ തടഞ്ഞു നിർത്തുന്ന വാഗ്ദാനത്തിലുള്ളതാണ്, ഉടമ്പടി വാഗ്ദാനത്തിലുള്ളതാണ്. സമുദ്രം വരെ തടഞ്ഞു നിർത്തുമെന്ന് ഞാൻ ആ വാഗ്ദാനം വിശ്വസിച്ച ആളാണ്. കർത്താവ് ഓടാമ്പല്, സമുദ്രത്തിന് ഓടാമ്പലിട്ടിരിക്കണത് കർത്താവാണെന്ന് ജോബിൻ്റെ പുസ്തകത്തിലുണ്ട്. അത് ഞാൻ വായിച്ചിട്ടുണ്ട്. 38:10 വായിച്ചേ, ജോബ് 38:10 വായിച്ചേ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ അതിന് അതിർത്തികൾ നിശ്ചയിച്ച് കതകുകളും ഓടാമ്പലുകളും ഉണ്ടാക്കി. സമുദ്രത്തിന് അതിന് 38:9 വാക്ക് വായിക്കുക. 38:8 മുതലുള്ള തിരുവചനം. ഗർഭത്തിൽ നിന്ന് സമുദ്രം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അതിനെ കതകടച്ച് തടഞ്ഞവൻ ആര്? അന്ന് ഞാൻ മേഘങ്ങളെ അതിന് ഉടുപ്പും കൂരിരുട്ടിനെ അതിന് ഉടയാടയുമാക്കി. ഞാൻ അതിന് അതിർത്തികൾ നിശ്ചയിച്ച്. സമുദ്രത്തെ ഞാൻ അതിർത്തികൾ നിശ്ചയിച്ച്. സമുദ്രമാണ്, സങ്കടമാണ്, രോഗമാണ്, കടങ്ങളാണ്. പക്ഷേ കർത്താവ് ഒരു അതിർത്തി നിശ്ചയിച്ചിട്ടുണ്ട് അതിന്. പറഞ്ഞോളൂ, വായിച്ചോളൂ. ഞാനതിന് അതിർത്തികൾ നിശ്ചയിച്ചു. ഞാനതിന് അതിർത്തികൾ നിശ്ചയിച്ചു. കതകുകളും ഓടാമ്പലുകളും ഉണ്ടാക്കി. അതായത് പരിധികൾ നിശ്ചയിച്ചു. എന്താ പറഞ്ഞത്? നിനക്ക് ഇതാ ഇവിടം വരെ വരാം. കർത്താവ് പറഞ്ഞില്ലേ, എൻ്റെ അഭിഷിക്തനെ തൊട്ടു പോകരുത് എന്ന് പറയാം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, സങ്കീർത്തനം 94. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 സ്നേഹമേ ആരാധന 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 സ്നേഹമേ ആരാധന. 105 സങ്കീർത്തനം 15 തിരുവചനം ഒന്ന് പറഞ്ഞേ. 105 സങ്കീർത്തനം 15 തിരുവചനം. എന്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത്, എന്റെ പ്രവാചകർക്ക് ഒരു ഉപദ്രവവും ചെയ്യരുതെന്ന് എന്ന് അവിടുന്ന് ആജ്ഞാപിച്ചു. ഈ അഭിഷിക്തർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഉടമ്പടി പശ്ചാത്തലത്തിൽ നമുക്കൊന്ന് പരത്തി വായിക്കേണ്ടി വരും. Those who have taken the covenant prayer, those who are in prayer practice in covenant, they are anointed. ജോജോക്ക് സംഭവിച്ചിരിക്കുന്നത് അതല്ലേ? ജോജോയുടെ ക്യാൻസർ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എന്താ കാര്യം? ഒറ്റ കാര്യം, പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചൊല്ലിയെന്ന്. വേറെ കാര്യമൊന്നുമില്ല. ആ പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ ആ മനുഷ്യൻ അതനുസരിച്ച് ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഉടമ്പടിയിലായി. ഉടമ്പടി പ്രകാരം ജീവിതം ക്രമീകരിച്ച് കഴിഞ്ഞപ്പോൾ എന്നാ പറ്റി? ദൈവം തൊട്ട്, അതായത് ക്യാൻസറിനോടും പറഞ്ഞിരിക്കുകയാണ്, എൻ്റെ അഭിഷിക്തനെ തൊട്ടുപോകരുത്. അപ്പോൾ നിനക്കെതിരെ വരുന്ന എല്ലാ തിന്മകൾക്കും ദൈവം അതിർത്തിയും അതിർവരമ്പും നിശ്ചയിച്ചിരിക്കുക. അത്രയും വലിയ സാധ്യതകളാണ് ഉടമ്പടിയിലുള്ളത്. ശ്രുതികട ഹല്ലേലൂയ. ഉടമ്പടിയിലൂടെ
ഭക്ഷണം ലഭ്യമാക്കുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതിനുശേഷം ഈശോ എന്നാ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ്റെ മൂത്ര തടസ്സങ്ങൾ മാറി. അങ്ങനെയാണ് ഈ മനുഷ്യൻ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ സുഖപ്പെട്ടെന്ന് തുടങ്ങണത് എങ്ങനെയാണ്? മൂത്രത്തിൻ്റെ അളവ് കുറഞ്ഞതുപോലെയല്ലേ. ഇപ്പോൾ രോഗം ശമിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ പേരും പഴയതുപോലെയുള്ള അത്രയും മൂത്രം പുറത്ത് വരാൻ തുടങ്ങി. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു യു ആർ ഹീൽഡ് എന്ന് പറഞ്ഞു. അത് എന്താ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സത്യസന്ധ ഈ മനുഷ്യൻ പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന മാത്രമേ ചെയ്തിട്ടുള്ളൂ ആത്മാർത്ഥമായിട്ട്. അത് ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉടമ്പടി അനുസരിച്ചുകൊണ്ട് ജീവിതം പുനഃക്രമീകരിച്ചു, കുറവുകളെ പരിഹരിച്ചു, ദൈവമായിട്ട് നിരപ്പായി കഴിഞ്ഞപ്പോൾ എന്താ പറ്റി? ദൈവം ഈ വാഗ്ദാനങ്ങളെല്ലാം അവന് കൊടുത്തതെല്ലാം പാലിക്കുകയാണ്. വാഗ്ദാനം പാലിക്കണത് ദൈവം ആക്ടിവേറ്റ് ചെയ്തിരിക്കണതാണ്. ദൈവം ആക്ടിവേറ്റ് ചെയ്തു. അപ്പോൾ ആക്ടിവേറ്റ് ചെയ്ത് ഇപ്പോഴെന്നാ പറ്റിയിരിക്കണത്? അതായത് നിത്യതയ്ക്ക് വേണ്ടി നിത്യ കൃപയിൽ ഈ മനുഷ്യനെ വളർത്താൻ വേണ്ടി ദൈവം പെട്ടെന്ന് ചെയ്ത ഒരു പരിപാലന പ്രക്രിയയായിട്ട് മാറി ഇങ്ങർക്ക് വന്നുപോയ രോഗങ്ങളെല്ലാം. ഇപ്പം എല്ലാ രോഗങ്ങളും നമുക്ക് എന്തെങ്കിലും കുഴപ്പമാണെന്നല്ല പറയണത്. ദൈവത്തോട് നമ്മളെ അടുക്കാനും നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഓഹരി സ്വരുക്കൂട്ടാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പരിപാലനയായിട്ടാണ് ചിലപ്പോൾ സങ്കടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരണത്. ശ്രുതികട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഞങ്ങളെ നിത്യതയോട് അടുപ്പിക്കുന്ന സഹനങ്ങൾക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ ചേർത്ത് നിർത്തുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്താ പ്രശ്നം വെച്ചാൽ ഈ ആന്തരിക അഭിഷേകം നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ മേലെ അഭിഷേകം ഉടമ്പടി വിധിപ്രകാരം അഭിഷേകം തന്നുകൊണ്ട് അതിൻ്റെ ആദിയും പുകയും തീയും പൊള്ളലും ഒന്നും നമ്മൾ അനുഭവിക്കാതെ ഇങ്ങനെ കൈവെള്ള പൊതിഞ്ഞു കൊണ്ടു നടക്കുന്ന ഒരു അഭിഷേക അനുഭവം. ഇതൊക്കെ പങ്കുവെക്കണത് ആരാണെന്ന് അറിയാവോ? വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തിൻ്റെ ഒരു സാക്ഷ്യം ഡോക്ടർ സമേത്യു വർഗീസ്, ബത്തേരിയിൽ നിന്ന് ഡോക്ടർ സമേത്യു വർഗീസിൻ്റെ ഒരു സാക്ഷ്യമുണ്ട്. എന്താ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം അമേരിക്കൻ MBBS ആണ്. അപ്പോൾ അമേരിക്കൻ MBBS വന്നിട്ട് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ പിന്നെ FMG എക്സാം എഴുതണം. അപ്പോൾ FMG എക്സാം എഴുതുന്ന സമയത്ത് ഒരു വലിയ വിഷമം വന്നു. കാര്യം സാധാരണ മറ്റ് രാജ്യങ്ങളിലൊക്കെ പോയി വരുമ്പോൾ FMG എക്സാം എഴുതുമ്പോൾ 18% അവർക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെയൊക്കെ പക്ഷേ 5 ക്വസ്റ്റ്യൻ എടുത്ത് ബാക്കിയെല്ലാം പുള്ളി അറ്റൻഡ് ചെയ്ത്. ചിലർക്ക് 6-7 FMG എക്സാം എഴുതിയിട്ടാണ് ഇന്ത്യയിൽ പ്രാക്ടീസ് വാങ്ങിക്കണത്. ഇങ്ങനെയൊക്കെ 5 ക്വസ്റ്റ്യൻ മാത്രമേ മിസ്സായിട്ടുള്ളൂ. ബാക്കിയെല്ലാം അങ്ങനെ എഴുതി FMG എക്സാമിനെ. എഴുതി കഴിഞ്ഞപ്പോൾ ഉടനെ ഭയങ്കര പനിയും കുളിരും വിറവലും ഒക്കെ വന്ന് ഛർദ്ദിച്ച് ഇങ്ങനെ ആശുപത്രി ചെന്നപ്പോൾ ബ്ലഡെല്ലാം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് ലിവറിലെ ഫ്ലൂയിഡ് കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കൂളായിട്ട് നിൽക്കാൻ പുള്ളി ഇതൊക്കെ കേട്ടിട്ട് ഡോക്ടറാണ് ആള്. അപ്പം അവിടെ നിന്ന് പറഞ്ഞിരിക്കുന്നത് ലിവറിലെ ഫ്ലൂയിഡ് കളക്ട് ആയിട്ടുണ്ടെന്ന്. പുള്ളി മൈൻഡ് ചെയ്യാതെ നിൽക്കുന്നത്. പുള്ളി മൈൻഡ് ചെയ്യാതെ നിൽക്കുന്നതിന് കാരണം പുള്ളി പറയുന്നുണ്ട്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം എന്ന് പറഞ്ഞത് ഞാൻ FMG എക്സാം എഴുതുന്നതിന് മുമ്പ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും വലിയ പ്രോബ്ലം എക്സാം ആയിരുന്നു. ഏത്? SMG എക്സാമാണ്. അതിൻ്റെ 5 ക്വസ്റ്റ്യൻ എനിക്ക് പോയുള്ളൂ. 5 ക്വസ്റ്റ്യൻ പോയിട്ട് എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. അതായത് ഇതിൻ്റെ ഒരു ടെൻഷൻ ഇല്ലാത്ത രീതിയിൽ ഇതുപോലെ എൻ്റെ ഫ്ലൂയിഡാണ് അതുപോലെ തന്നെ എൻ്റെ കരളിൽ ഫ്ലൂയിഡ് കളക്ട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടും എനിക്കത് ഫീൽ ചെയ്തില്ല. പിന്നെ ഡോക്ടർ ഇങ്ങനെ എന്താണ് ഡീറ്റെയിൽഡ് കാർഡിയോ മയോപ്പതി എന്നും പറഞ്ഞു എന്തൊക്കെ ചികിത്സ. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അദ്ദേഹം പറഞ്ഞാൽ ഞാൻ പറയണതേ ഉള്ളൂ.
എൻ്റെ ഡീറ്റെയിൽഡ് അറിയാൻ പാടില്ല. അപ്പം അത് പറയുന്ന ഡോക്ടർ തന്നെ ഈ മനുഷ്യൻ്റെ അബോധാവസ്ഥയിൽ ഡോക്ടർ പറയുന്നുണ്ട്, ഹാർട്ട് പോയിരിക്കുകയാണ്, ഇത് മൊത്തം മാറ്റിവെക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ ഇയാളാക്കി ഈ ഒരു ഭാവവ്യത്യാസമില്ലാതെ പേഷ്യൻ്റ് ഡോക്ടറാണെന്ന് ആ കാർഡിയോളജിസ്റ്റിന് അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയണത്. എന്താ പറയണത്? ലിവർ മാത്രമല്ല, ഹാർട്ടും പോയിരിക്കുകയാണ്, ഇത് മാറ്റിവെക്കേണ്ടി വരുമെന്ന്. അപ്പോൾ ഇങ്ങനെ കൂളായിട്ട് ഡോക്ടറെ നോക്കുകയാണ്. അപ്പോൾ ഡോക്ടർ തിരിച്ചു ചോദിക്കും, നിങ്ങളൊരു ഡോക്ടറല്ലേ, ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഹാർട്ട് മാറ്റി വെക്കണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ ഒരു ഭാവവ്യത്യാസം ഇല്ലാത്തതെന്ന്. അപ്പോഴേ ഈ മനുഷ്യൻ്റെ പറയണത് ഉടമ്പടി എടുത്തതിന് ശേഷം ഇങ്ങനെയാണെന്ന്. ആന്തരിക അഭിഷേകം, ഒരു മനുഷ്യൻ്റെ ഹാർട്ട് മാറ്റി വെക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടറിനെ കേൾപ്പിച്ച് പറഞ്ഞിട്ട് ഒരു ഭാവവ്യത്യാസമില്ല. എന്നുവെച്ചാൽ എന്താ കാര്യം? മാതാവിൻ്റെ മനസ്സിൽ നിറഞ്ഞിരിക്കുക. അമ്മ ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി കൃത്യമായിട്ട് എത്തിക്കുമെന്നല്ല, ആന്തരിക ബോധ്യം കിട്ടിയിരിക്കുന്ന ആത്മധൈര്യമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, കൊടിയ സമരങ്ങളിൽ ആത്മധൈര്യത്താൽ മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഈ ഡോക്ടർ സാംസൺ മാത്യു വർഗീസിൻ്റെ സാക്ഷ്യം അവസാനിക്കാൻ എങ്ങനെയാണെന്ന് അറിയാമോ? ഈ ഹാർട്ട് മാറ്റി വെക്കണമെന്ന് പറയുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ച് ഉടമ്പടി ജീവിച്ചും 90 ദിവസം കഴിയാൻ വേണ്ടി കാത്തിരിക്കും. എന്തിനാണ്? ഒരൊറ്റ പ്രത്യാശയാണ്. എന്താണ്? ഉടമ്പടി പുതുക്കാവില്ലെന്ന്. ഒരു ഡോക്ടേഴ്സിൻ്റെ സാക്ഷ്യം കേട്ടില്ലേ നിങ്ങളെ? അമേരിക്കയിൽ പഠിച്ചൊരു ഡോക്ടറിൻ്റെ സാക്ഷ്യമാണ് കേൾക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ട്. അതെന്ത് സംഭവിച്ചാൽ ആ ഡോക്ടറിൻ്റെ ചിന്ത എന്താണ്? ഹാർട്ട് മാറ്റി വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഫീലിംഗ് ഒന്നുമില്ല. അമ്മ ആന്തരിക അഭിഷേകം കൊടുത്തിരിക്കുക, ആത്മത്തിനെ കൊടുത്തിരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു പ്രത്യാശ ഉണ്ട്. എന്താണ്? 90 ദിവസം കഴിയുമ്പോഴേ ഉടമ്പടി, അമ്മയോട് ചെയ്ത ഉടമ്പടി പുതുക്കാമല്ലോ. അപ്പം അതിനു വേണ്ടി ഇങ്ങനെ ദാഹിച്ച് മോഹിച്ച് കാത്തിരിക്കുകയാണ്. എന്താണ്? ഉടമ്പടി പുതുക്കാമല്ലോ. അപ്പം നിങ്ങളാണെങ്കിൽ പറയും, അച്ഛനെ കാണാമല്ലോ എന്ന് പറയും. അവിടെ വെച്ചാണ് എല്ലാം പൊട്ടണത്. ഉടമ്പടി ലക്ഷ്യം അച്ഛനെ കാണുന്ന ആക്കുമ്പോഴാണ് അമ്മനെ കാണുക, അച്ഛനെ കാണാതെ തന്നെയത്. ഉടമ്പടി പുതുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ദൈവവുമായിട്ട് എനിക്ക് കടുത്ത ബന്ധങ്ങളിലേക്ക് ആത്മാർത്ഥമായിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ മനുഷ്യൻ വന്ന് ഉടമ്പടി അത്യാഹ്ലാദത്തോടെ പുതുക്കും. ഹാർട്ട് ഓപ്പറേഷന് വേണ്ടി ഹാർട്ട് മാറ്റിവെക്കും. ഓപ്പറേഷൻ അല്ല, ഹാർട്ട് മാറ്റിവെക്കാൻ പറഞ്ഞ് ഡോക്ടർ വന്നിട്ട് ഉടമ്പടി പുതുക്കും. പുതുക്കി കഴിഞ്ഞിട്ട് പോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഹാർട്ടിൻ്റെ പൾസ് റേറ്റ് 18 അത് അമ്മ 34 കൊടുക്കും. ഇതിൻ്റെ ലെഫ്റ്റ് വെർട്ടിക്കിള് ഇടത്തെ ഹൃദയത്തിൻ്റെ അറ പകുതിയെ വർക്ക് ചെയ്യത്തുള്ളായിരുന്നു. അമ്മ അത് മുഴുവനാക്കി കൊടുക്കും. ഒരു കുഴപ്പമില്ല. ഹൃദയത്തിൻ്റെ ഇടതേ അറയില്ലേ, അത് പകുതിയെ വർക്ക് ചെയ്യത്തുള്ളായിരുന്നു. ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ആ വാഗ്ദാനം പോലെ തന്നെ അത് ഫുള്ളായിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിലായിട്ട് ഒരു ഓപ്പറേഷൻ വേണ്ട, ഒരു ഹാർട്ട് മാറ്റേണ്ട. ഇതാ മാറ്റുന്നത് ആരാണ്? അമ്മ തന്നെ ഇതിനും ചെയ്യാം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, ആരാധന, ആരാധന. കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദമാതാവേ, വാഗ്ദാനപീഠകനേ, സ്വർഗ്ഗീയപുണ്യനേ, കൃപാസനത്തിൻ്റെ അമ്മേ, ഞാൻ ഒരു ഓണറുടെ സഡൻ ഇങ്ങനെ ഒരു ശുശ്രൂഷക്ക് വന്ന ആളില്ല.
എപ്പോഴും നിങ്ങൾ പറയാറുണ്ട് 84 മുതൽ ധ്യാനിപ്പിക്കാൻ നിൽക്കുന്നയാളാണ്. അമ്മ ഉടമ്പടി തരണത് 2015. പക്ഷേ അതുവരെ ഈ കൃപാസനത്തിൽ തന്നെ എല്ലാ ദിവസവും തന്നെ ചൊവ്വാഴ്ചയും തിങ്കളാഴ്ചയും ഒക്കെ ആൾ വരികയും നല്ല ധ്യാനവും കൗൺസിലിങ്ങും. ഞാൻ ഈ മരിയൻ തപസ്സം എന്ന് പറഞ്ഞൊരു ധ്യാനം ഉണ്ടായിരുന്നു ഇവിടെ. അതൊരു 1.5 ധ്യാനമാണ്. ഭയങ്കര കഷ്ടപ്പാടാണ് നിർത്തിപ്പോയതാണ്. അത് ഞാൻ തന്നെ കിടന്ന് അലയണം അതിന്. 6 മണിക്ക് കയറിയ രാത്രി 9 മണിക്കാണ് ഇറങ്ങണത്. തീരണ ദിവസമാണെങ്കിൽ രാത്രി 9 മണിക്ക് 6 മണിക്ക് കയറിയിട്ട് ഞാൻ വെളുപ്പിനെ 4 മണിക്കാണ് പിന്നെ പോണത്, ആൾക്കാരെല്ലാം കണ്ടു പോണത്. അങ്ങനെയാണ് രോഗമൊക്കെ പോയത്. വരുത്തി വെച്ചതാണ് ശരിക്കും പറഞ്ഞാൽ. ഉറക്കം നിന്നുകൊണ്ട് ഇങ്ങനെ അലഞ്ഞും കെട്ടിയും ഉണ്ടാക്കിയ. അപ്പം അതുകൊണ്ട് ആ മരിയൻ തപസ് നിർത്തിക്കളഞ്ഞത്. പക്ഷെ അങ്ങനെ ആ മരിയൻ തപസ്സിലും കാണാത്ത രീതിയിലുള്ള അഭിഷേക തലങ്ങളാണ് അമ്മ ഉടമ്പടി തന്നപ്പോൾ വരണത്. നമ്മൾ ഒരിക്കലും ഓരോരുത്തരും കാണാത്ത രീതിയിലുള്ള അനുഭവ സാധ്യതകളാണ് ഉടമ്പടിയിലുള്ളത്. അപ്പം അതുകൊണ്ട് ഞാൻ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടിയുടെ അഭിഷേകതലം ദൈവം നിൻ്റെ കടം, നിൻ്റെ രോഗം, നിൻ്റെ ജീവിത ദുഃഖം ഏറ്റെടുക്കുന്നത് വരെ ഒരു ടൈമുണ്ട്, നിലനിൽപ്പിൻ്റെ സമയം. ആ നിലനിൽപ്പിൻ്റെ സമയം നീ നിരാശപ്പെട്ട് ജീവിക്കരുത്. മറിച്ച് അവിടെ ആന്തരിക അഭിഷേകത്തിൻ്റെ സാധ്യത സ്കോപ്പുണ്ട്. അത് ദൈവത്തിന് വേണ്ടി അവലംബിച്ച് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങന്റെ ഉടമ്പടി പൂർണ്ണമായി ഏറ്റെടുക്കുന്നവരെ ആ ഇടക്കാലങ്ങളിൽ ഉണ്ടാകുന്ന എല്ലാ സങ്കടങ്ങളെയും ദുഃഖങ്ങളെയും വിഷമതകളെയും അതിജീവിക്കാനുള്ള ആന്തരിക അഭിഷേകം നൽകണം. ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 ആരാധന ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേൽക്കുക. ആത്മാവാം ദൈവമേ വരണേ, നിന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, നിന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ കേട്ട വചനത്തെ പറ്റി ഞങ്ങൾ ധ്യാനിക്കുന്നു. യേശുവേ, ഉടമ്പടി നിബന്ധനകള് ദൈവസ്നേഹത്തോടെ പാലിച്ച് മാതൃഭൂതരാകുവാൻ ഈ ആരാധനയിലൂടെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, പരിശുദ്ധി നൽകണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവേ എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോ ശക്തിയായ എന്നിൽ നിറഞ്ഞിടണേ. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോ
ദൈവമേ വരണമേ, നിന്റെ ഉള്ളിൽ വസിക്കാനാവണമേ. ദൈവമേ വരണമേ, നിന്റെ ഉള്ളിൽ വസിക്കാൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ടെലിവിഷനിലൂടെയും ഉപാസനത്തിന്റെ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും വിഷയങ്ങളെ ഏറ്റെടുക്കണമേ. എന്റെ ഉള്ളിൽ വസിക്കാവണമേ. ദൈവമേ വരണമേ, എന്റെ ഉള്ളിൽ വസിക്കാൻ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദൈവമേ വരണേ, നിന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദൈവമേ എന്റെ ഉള്ളിൽ വസിക്കാൻ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ തിരുസഭയെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നോമ്പിന്റെ കാലത്തിനായിരിക്കുന്ന ഈ സമയത്ത് ഇവിടെ സഭയെ പുതിയ പുതിയ മിഷൻ മേഖലകൾ വെളിപ്പെടുത്തി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സഭാംഗങ്ങളെ വിശദീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിലെ എല്ലാ ശുശ്രൂഷ മേഖലകളെയും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ നന്ദി ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതീവ ദൈവാനുഗ്രഹത്തിൻ്റെ അഭിഷേകത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പം തീർത്ഥാടനത്തിൽ ഇവിടെയുള്ളവരും ഓൺലൈനായി ആരാധന കൂടുന്നവരും നമ്മൾ പഴയ സാക്ഷികൾ നോക്കിയാൽ മനസ്സിലാകും, ഒരേ അഭിഷേകമാണ് ദൈവം നൽകുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങളെ ഇന്ന് ധ്യാനത്തിൽ കണ്ടതുപോലെ അതിൻ്റെ അതിർത്തിയും അതിർവരമ്പും നിശ്ചയിച്ചതിനെ ഹാൾട്ട് ആക്കാനുള്ള, തടഞ്ഞു നിർത്താനുള്ള അനുഗ്രഹമായിരിക്കും കിട്ടുന്നത്. ചിലപ്പോൾ ആ വിഷയം തന്നെ ടേക്കപ്പ് ചെയ്ത് ദൈവം എടുത്തു മാറ്റുന്നു വരും. എങ്ങനെ ചെയ്താലും നിലനിൽപ്പിനുള്ള ഭരമാണ് കർത്താവ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ രോഗങ്ങൾ മാറാനും ജീവിത പ്രാരാബ്ധങ്ങളും പ്രതിസന്ധികളും അതിജീവിക്കാൻ വേണ്ടി അഭിഷിക്തൻ ഈശോ, ഞാൻ എൻ്റെ 38 വർഷത്തെ പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷാധികാരത്തിൽ സർവോപരി കൃപാസന അൾത്താരയിലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലാണ് ഞാൻ ഈശോ നാമത്തിൽ നിങ്ങളെ ആശീർവദിക്കുന്നത്. ഈ ആശീർവാദം അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോ നാമത്തിൽ നടക്കുന്ന ഈ ആശീർവാദത്തിൻ്റെ ശക്തിയായ അടയാളങ്ങളും അത്ഭുതങ്ങളും ജീവിത ദുരിതങ്ങളും തടസ്സങ്ങളും മാറുന്നതിന് വേണ്ടി ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ.
കർത്താവെ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ മാരകരോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ യേശുനാമത്തിൽ മാറട്ടെ. കർത്താവേ, നിരപരിശുദ്ധ രക്തം ഈ മക്കളുടെ മേൽ തളിക്കണമേ. കർത്താവേ, നിന്റെ വിശുദ്ധ രക്തം ഉച്ച മുതൽ ഉള്ളംകാല് വരെ ഈ മക്കളിൽ തളിക്കണമേ. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരിലും തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരിലും ഇപ്പോൾ ഉടമ്പടി ആയിരിക്കുന്ന എല്ലാവരുടെയും പേരും കർത്താവേ, നിന്റെ തിരുമുറുപാർന്ന് വലതുകരം സ്പർശിക്കണമേ. അടിപ്പിണർ പോലെ വൈദ്യുത ആഘാതം പോലെ ദൈവിക ശക്തി ഈ മക്കളിലേക്ക് ആവശിക്കട്ടെ. ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മാർഗരോഗങ്ങൾ, തീരാവേദികൾ, വിസർപ്പ രോഗങ്ങൾ, എപ്പിലെപ്സി രോഗങ്ങൾ, ഓട്ടിസം രോഗങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, ടോൺസിൽ രോഗങ്ങൾ, സ്പോണ്ടിലോസിസ് രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, സിസ്റ്റ് രോഗങ്ങൾ, PCOD രോഗങ്ങൾ, നടുവ് രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, ഹൃദയ രോഗങ്ങൾ, കരളിൻ്റെ രോഗങ്ങൾ, ബ്രെയിനിൻ്റെ രോഗങ്ങൾ, മുടി കൊഴിയുന്ന അവസ്ഥകൾ, എല്ലാവിധത്തിലും അലർജികൾ, ത്വക്കലർജികൾ, സിസ്റ്റ് അലർജികൾ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് ഈശോയെ ആരാധനയിലൂടെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ മക്കളെ, ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിക്കുമ്പോൾ, അമ്മയുടെ മാധ്യസ്ഥത്തിന് അണയുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ വിശക്കാൻ ആഗ്രഹിക്കാത്ത ഒരു മനസ്സാണ് ദൈവത്തിൻ്റെത്. അതാണ് ഈശോ പറയുന്നത്, ഞാൻ വെറും കൈയോടെ അവരെ പറഞ്ഞയച്ചാൽ അവരെ വഴിയിൽ തളർന്നു വീഴത്തില്ലേ എന്ന് ചോദിക്കണം. കുറച്ച് പേർക്ക് വീഞ്ഞ് കിട്ടി, കുറച്ച് പേർക്ക് കല്യാണത്തിന് വന്നവർക്ക് വീഞ്ഞ് കിട്ടിയില്ല. അങ്ങനെ സിറ്റുവേഷൻസ് കർത്താവ് ഉദ്ദേശിക്കുന്നില്ല. എല്ലാവർക്കും എല്ലാം കിട്ടണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഭൗതിക സാഹചര്യങ്ങളെ ഈശോ കാനായിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ ഒരു മനസ്സ് വെളിപ്പെടുത്തുന്നത്. എനിക്ക് ദൈവത്തിൻ്റെ ഈ മനസ്സിനെക്കുറിച്ച് പണ്ട് മുതലേ ഉൾക്കാഴ്ച ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ മനസ്സെന്താണ്? ദൈവത്തിൻ്റെ മനസ്സ് പാവപ്പെട്ടവൻ്റെ കൂടെയാണ്. പാവപ്പെട്ടവനെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ഇല്ലാത്തവനെന്നല്ല എൻ്റെ അർത്ഥം. അത് മാത്രമില്ല, ഏതെല്ലാം തരത്തിൽ നിനക്ക് ഇല്ലായ്മ ഉണ്ടോ അവൻ്റെ കൂടെയാണ് കർത്താവ് നിൽക്കുന്നത്. എല്ലാം പരിഹരിക്കാൻ നിന്നെ ദൈവത്തിന് കഴിയും. ദൈവത്തിന് എല്ലാത്തിനും മറുപടിയുണ്ട്. നീ ചെയ്യേണ്ട നിൻ്റെ ഈ ജീവിത സാഹചര്യത്തിൽ നീ പ്രാർത്ഥിക്കേണ്ടത്, ദൈവം വരണേ നിൻ്റെ ഹൃദയത്തിലെന്ന്. ഈ ഒരു കുറവ് നോക്കിക്കൊണ്ട് ഇത് നികർത്താൻ വേണ്ടി എൻ്റെ രക്ഷകനായ എൻ്റെ ദൈവമേ, നീ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ പറഞ്ഞ്, കർത്താവേ എൻ്റെ കുടുംബത്തിലെ, എൻ്റെ ജീവിതത്തിലെ വിദ്യാഭ്യാസപരമാകാം, അതിർത്തി തർക്കമാകാം, വീടില്ലാത്ത അവസ്ഥയാകാം, വഴിയും വസ്തുവില്ലാത്ത അവസ്ഥയാകാം, ജോലിയില്ലാത്ത അവസ്ഥയാകാം, സാമ്പത്തിക തകർച്ചയാകാം. കർത്താവേ, ഈ കുറവ് നിവർത്തിക്കൊണ്ട് നീ തന്നെ എൻ്റെ നാമത്തിൽ, നിന്റെ നാമത്തിലെ എൻ്റെ ജീവിതത്തിലെ
എന്റെ ജീവിതത്തിൽ ആന്തരിക അഭിഷേകമായി അടയാളം കാണിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, ആരാധന, ഹല്ലേലൂയ, യേശുവേ ആരാധന, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. നിൽക്കുക. ഉടമ്പടി വച്ചിരിക്കുന്ന കാര്യങ്ങൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, മൗനമായി പ്രാർത്ഥിക്കുക. എല്ലാവരും മുട്ട നിൽക്കുക. സംഭവന ആശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്കൊരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശ്വാസം ജീവിക്കാനുള്ള വലിയ കൃപ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന.